അതോടൊപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നുണ്ട് ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല അവിടേക്ക് കൂടുതൽ യുദ്ധക്കപ്പൽ അയക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വെറും അവകാശവാദമായി മാത്രം കാണേണ്ടതാണോ, അതെയോ എന്താണ് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നത്? അധികവും ഇത് പ്രായോഗികമായിട്ട് അത്ര എളുപ്പമല്ല. കാരണം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു നിയന്ത്രണം, അതിശക്തമായിട്ടുള്ള നിയന്ത്രണം ഇറാന്റെ കൈവശം തന്നെയാണ് ഉള്ളത്. അവിടേക്ക് ഈ അർത്ഥത്തിലുള്ള, കാരണം നേരത്തെ തന്നെ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു. തങ്ങളുടെ സൈനിക കപ്പലുകൾ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകൾ പിന്നെ ആ പ്രദേശത്ത് അകമ്പടി സേവിക്കും. ആ അകമ്പടിയുടെ ബലത്തിൽ മറ്റ് കപ്പലുകൾക്കൊക്കെയും അവിടെ സുഗമമായിട്ട് നടന്നു പോകാൻ സാധിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നായിരുന്നു ട്രംപ് നിർദ്ദേശം. പക്ഷേ ഇതുവരെയും അത് ഫലപ്രദമാകാതെ പോയത് മിക്ക രാജ്യങ്ങളും അത്തരമൊരു നീക്കത്തിന് സന്നദ്ധത അറിയിക്കാത്ത സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാനുമായിട്ട് ഒരു തുറന്ന ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കുകയാണ് അഭികാമ്യം. ഒരു ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള സൈനികമായിട്ടുള്ള നീക്കങ്ങളിലേക്കോ നീങ്ങുന്നത് കപ്പലുകളുടെയും കപ്പലിലെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ലോകോത്തരമായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികളും അതേ നിലപാടിൽ തന്നെയാണ്. കാരണം എന്തൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ തന്നാലും ആ ഭാഗത്തുകൂടി കടന്നു പോകുക എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണെന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ട്രംപ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആക്രമണം നടത്തിയും ആ കടലിടുക്കിലുള്ള ഇറാന്റെ പിന്നെ പ്രാമാണിത്വം അല്ലെങ്കിൽ അവരുടെ അപ്രമാദിത്വം ഇല്ലാതാക്കുക എന്നതാണ്. പക്ഷേ അതിശക്തമായി തന്നെ അവസാനം വരെയും തങ്ങൾ ചെറുത്തു നിൽക്കും. ആ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുക എന്നതിനർത്ഥം തങ്ങളുടെ പരാജയമായിരിക്കുമെന്ന് കൂടിയാണ് അല്പം മുമ്പ് ഇറാൻ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ തുറന്നൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് മേഖലയ്ക്കോ അല്ലെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കോ അത്ര ഗുണകരമാകില്ല എന്ന വിലയിരുത്തലാണ് സൈനിക വിദഗ്ധരും നൽകുന്നത്. ഏറ്റവും അവസാനമായി അറിയേണ്ടത്, ഈ ഹൂതികൾ കൂടി യുദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ എന്താണ് അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? അധികവും നേരത്തെ ഒരു മാനസികമായിട്ടുള്ള ഐക്യം എന്നതിലപ്പുറത്ത് ഈ യുദ്ധത്തിൽ ഇതുവരെയും ശക്തമായിട്ടുള്ളൊരു പ്രതികരണമോ പ്രഖ്യാപനമോ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് നേരത്തെ 2 വർഷം നീണ്ട പലസ്തീൻ സംഘർഷത്തിന്റെ വേളയിൽ പോലും അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളുകയും അങ്ങനെ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിരവധി ആക്രമണ പദ്ധതികളുമായിട്ട് ഹൂത്തികൾ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സംഘർഷത്തിൽ വളരെ കരുതലോടുകൂടിയുള്ള ഒരു നീക്കം മാത്രമാണ് ഹൂത്തികൾ നടത്തുന്നത്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമോ പൂർണ്ണമായിട്ടും ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു സമീപനമോ സൈനിക നീക്കമോ ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒരുപക്ഷെ വൈകാതെ ഉണ്ടാകുമെന്ന ചില അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരീകരണവും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഹരിഗോവിന്ദ്. ശരി, യുദ്ധം 2 ആഴ്ചയിലേക്ക് എത്തുമ്പോഴും വലിയ പ്രത്യാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനുമായി വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ അമേരിക്ക സൈനിക നടപടി കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജപ്പാനിലെ ഒക്കിനാവ താവളത്തിൽ നിന്ന് 2500 മറീനുകൾ പുറപ്പെട്ടതായും US സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാനെതിരായ യുദ്ധത്തിൽ വിന്യസിക്കപ്പെടുന്ന ആദ്യ കരസേനാ വിഭാഗമാണിവർ. US ട്രിപ്പോളി പടക്കപ്പലും ഉടൻ ഗൾഫിലെത്തും. MC നാസറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.